മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന് മുന്നൊരുക്കങ്ങൾ നടത്താൻ ജില്ലാ കളക്ടർമാർക്ക് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. വാർഡ് തലം മുതൽ ജില്ലാതലം വരെയുള്ള സമിതികൾ കൃത്യസമയത്ത് രൂപീകരിക്കണം. പകർച്ചവ്യാധികൾ തടയാൻ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കണം. ആശുപത്രികളിൽ മരുന്ന് ലഭ്യത ഉറപ്പാക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. VA ഗിരീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. തിരുവനന്തപുരത്ത് നിന്ന് ഗിരീഷ്, വിവരങ്ങൾ ഗിരീഷ്. രാജ്യത്ത് സർക്കാർ പ്രഖ്യാപിച്ച മാലിന്യമുക്ത നവകേരള ക്യാമ്പയിന് ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്താനാണ് മുഖ്യമന്ത്രി ഇപ്പോൾ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഓൺലൈനായി ചേർന്ന ജില്ലാ കളക്ടർമാരുടെ യോഗത്തിലാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡ് തലം മുതൽ ജില്ലാതലം വരെ കൃത്യമായിട്ട് സമിതികൾ രൂപീകരിക്കണം. നിർദ്ദേശിച്ച പ്രവർത്തനങ്ങൾ അതാത് സമയത്ത് നടക്കുന്നുവെന്ന് ഉറപ്പാക്കണം. ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ യോഗം നടത്തി വിശദാംശങ്ങൾ തയ്യാറാക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒക്ടോബർ 2 മുതൽ മാർച്ച് 30 വരെയാണ് ഈ ക്യാമ്പയിൻ ഇപ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. പകർച്ചവ്യാധികൾ തടയുന്നതിന് വീണ്ടും പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കണം. കേരളത്തിൽ നിന്ന് അപ്രത്യക്ഷമായ പല രോഗങ്ങളും ഇപ്പോൾ തിരിച്ചു വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് ആശുപത്രികളിൽ മരുന്ന് ലഭ്യത ഉറപ്പാക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് 2025ഓടെ അതിദാരിദ്ര്യം പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിനുള്ള നടപടികളിലേക്കും കളക്ടർമാർ കടക്കണമെന്ന നിർദ്ദേശമാണ്. ശരി, VA ഗിരീഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്.